ഹായ്, അടിപൊളി ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടോ, ഇതാണ് പരിപാടി. ഈ ചേമ്പിൻ്റെ കൂമ്പ് എടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അത് സിമ്പിൾ ഒരു കറിയാട്ടോ. പിന്നെ മഴക്കാലത്ത് നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഒരു സംഭവമാണ്. ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് ഈ വഴിവെക്കലൊക്കെ ഉള്ള താളാണ്. ഇപ്പം നമുക്കത് കഴിക്കാൻ, അതാണ് ശരിക്കും കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട താള്. ഇപ്പം നമ്മൾ വീട്ടിലെ ചേമ്പാണ് എടുക്കണേ. അതിന് കുറച്ച് കർക്കിടക മാസത്തിലെ മെഡിസിനൽ ഇത് കൂടുതലാണ്, അപ്പോൾ ഔഷധ ഗുണം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിക്കണമെന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പം നമുക്ക് വഴിവെക്കുന്ന താളൊന്നും പൊട്ടിക്കാൻ പറ്റില്ല, അത്ര നല്ല സാധനം ആയിരിക്കില്ല. പിന്നെ വേസ്റ്റിലൊക്കെ വളരണതുകൊണ്ട് അത് അത്ര നന്നായിരിക്കില്ല. അപ്പം നമ്മൾ വീട്ടിലെ താളെടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു കറി വെക്കാം. ഇപ്പം ഇങ്ങനെയുള്ള കൂമ്പലയില്ലേ, വിരിയാത്ത കൂമ്പല, അതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിങ്ങനെ വിരിയാതെ നിൽക്കണത് നല്ല സ്വാദാട്ടോ. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി നല്ലോണം ഇട്ടാൽ നല്ലതാണ്. പിന്നെ അതേ ചീനിമുളകാണ്. ചീനിമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ. ഇല്ല വെച്ചാൽ മറ്റേ മുളക് ഉപയോഗിക്കാം. പക്ഷെ ഇതിൽ സ്വാദ്, ഇത് ഉടച്ച് ചേർക്കുമ്പോൾ ചീനിമുളകാണ് സ്വാദ്. പിന്നെ ഇത് നന്നായി കഴുകി എടുത്തിട്ട് ഇത് ഉള്ളൊക്കെ തുറന്നിട്ട് കഴുകിയെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നന്നായി കഴുകി ഇത് അരിഞ്ഞെടുക്കണം കേട്ടോ. നല്ലോണം പൊടിവായിട്ട് അരിയുകയാണെങ്കിൽ നല്ലതാട്ടോ. ഞാൻ ഇതിനെ ഒന്നും കൂടി അരിയും കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഒന്നും കൂടി കൂട്ടിപ്പിടിച്ച് അരിയും. അപ്പം നല്ലോണം നൈസായിട്ട് കിട്ടും. നമ്മൾ ഒരു പ്രാവശ്യം അരിഞ്ഞിട്ട് ഇത് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നും കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ട് കിട്ടും നമുക്ക്. ഉണ്ടോ, ഇതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ചീനിമുളക് അരിയണ്ട. ചീനിമുളക് അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഉടച്ചെടുത്താൽ മതി വെന്ത് വരുമ്പോൾ. അപ്പോൾ ഉള്ളി നീളനെയോ വട്ടനെയോ അങ്ങനെ വേണമെങ്കിൽ അരിയാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, വേറൊരു എണ്ണ ഉപയോഗിക്കല്ലേ. ഇത് വളരെ കുറച്ച് ഒഴിക്കണ്ടു. നമുക്ക് ഉള്ളി വല്ലാണ്ട് മൂപ്പിക്കൊന്നും വേണ്ട. ഉള്ളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ലാസ്റ്റിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് കുറച്ച്. അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെ ഒരു സ്വാദും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചേമ്പിൻ്റെ ഇത് ചിലർക്ക് പേടിയുണ്ടാവും, ഇത് ചൊറിയൂ എന്നുള്ളത്. ചൊറിയില്ല. പക്ഷെ ചൊറിയിന് പേടിയുണ്ടെങ്കിൽ ഒരു നുള്ളു പുളിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ എന്തെങ്കിലും പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, അല്ലെങ്കിൽ ഒരു ലേശം പുളി കൂട്ടി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഡെയിലിയാണ്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചിട്ടാൽ മതി. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. നമ്മുടെ ചീനിമുളക് നല്ലതാട്ടോ. അതിൽ നല്ല ടേസ്റ്റാണ്. ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഇലയിട്ടിട്ട് നമുക്ക് നടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇലയിട്ടപ്പോൾ അതിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ കണ്ട ഒതുങ്ങി. എല്ലാ ഇലകളും അങ്ങനെയല്ലേ, നമ്മൾ ഇടുമ്പോൾ നിറച്ച് പാത്രത്തിലുണ്ടാവും. പിന്നെ അത് ഒതുങ്ങി വരുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് ഇത്തിരി ചെറുനാരങ്ങ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പം ഇത് ഓപ്ഷണലാണ്. ഇത് പേടി ഉണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ചോളൂ, ചൊറിച്ചിൽ ഉണ്ടാവില്ല. അതേ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ചീനിമുളകൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ആക്കുമ്പോൾ ഉടഞ്ഞോളൂ അതിൻ്റെ കൂടെ. നല്ലോണം ഉടച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു ചമ്മന്തി പരിവായുണ്ട്. അങ്ങനെ വരണത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാതെ. 2 സ്പൂണ് വെളിച്ചെണ്ണ ഇതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ, നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ഈ കഴിക്കുമ്പോൾ ഇതൊന്നും അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. അപ്പം ഇത് അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ്. ഇതിൻ്റെ കൂടെ വേറൊരു കറി ഇല്ലെങ്കിലും സുഖമായിട്ട് കഴിക്കാം ഇത് കൂട്ടിയിട്ട്. പിന്നെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു കെമിക്കലും ഇല്ലാത്ത ചേമ്പിൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്തു നോക്കൂ. സൂപ്പറാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.